തമിഴ്നാട്ടിൽ മുഴുവൻ എംഎൽഎമാർക്കും കാർ നൽകുമെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ഇന്ധന ചെലവിനും ഡ്രൈവറുടെ ശമ്പളത്തിനും മാസം 75,000 രൂപ അനുവദിക്കുമെന്നും വിജയ് അറിയിച്ചു. എംജിആറിന്റെ പാട്ട് നിയമസഭയിൽ പാടിയാണ് ടിവികെ എംഎൽഎ സിന്ധു മുഖ്യമന്ത്രിയെ നന്ദി അറിയിച്ചത്. കൊടുത്തതെല്ലാം കൊടുത്താർ, ഇവർ യാരുക്കാക കൊടുത്താർ, ഒരുത്തരുക്കാ കൊടുത്താർ, இல்லை ஊருக்காக கொடுத்தார், ஒருத்தருக்கா கொடுத்தார், இல்லை ஊருக்காக கொடுத்தார். താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ടിവികെ എംഎൽഎമാരും വിജയോട് നന്ദി പറഞ്ഞു. മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്നതിൽ അതിര് കടക്കരുതെന്നും മുഖ്യമന്ത്രിക്ക് ഇത് ഇഷ്ടപ്പെട്ടേക്കില്ല എന്നും മന്ത്രി ആദവ് അർജുന പറഞ്ഞു. പ്രശംസ അനുവദിക്കരുത് എന്ന് വിജയ് കത്തെഴുതി നൽകിയെന്ന് സ്പീക്കർ അറിയിച്ചു. ബനീഷ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബനീഷ, എന്തായാലും വലിയ പുകഴ്ത്തലാണ് സി ജോസഫ് വിജയ്ക്ക് ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിൽ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പുകഴ്ത്തലാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയാകണം വിജയ് എന്നതടക്കം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഇത്രയധികം പുകഴ്ത്തൽ വേണ്ട എന്നുള്ള ഒരു വാദം കൂടി ഉയരുന്നുണ്ടോ? എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്? സ്വാതി, തമിഴ്നാട്ടിലെ എല്ലാ എംഎൽഎമാർക്കും ഇത്തരത്തിൽ കാറും അതുപോലെ പ്രതിമാസ അലവൻസും നൽകുമെന്നായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയായ വിജയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. സ്വന്തം മണ്ഡലത്തിൽ യാത്ര ചെയ്യാനും അതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനുമാണ് ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടി തുടങ്ങുന്നതെന്നായിരുന്നു വിജയ് പ്രഖ്യാപിച്ചത്. പ്രതിമാസ അലവൻസായി 75,000 രൂപയാണ് ഓരോ എംഎൽഎമാർക്കും ലഭിക്കുക. ഈ ഒരു കാറോ ഡ്രൈവറോ ഇല്ലാത്തതിന്റെ പേരിൽ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാൻ നടത്തുന്നില്ലെന്ന VCK MLA ആയ ജ്യോതിമണിയുടെ ഒരു പരാമർശത്തിനു പിന്നാലെയാണ് ഇത്തരത്തിൽ മുഴുവൻ എംഎൽഎമാർക്കും കാറും അതുപോലെ പ്രതിമാസ അലവൻസും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിജയുടെ ഒരു തീരുമാനം വരുന്നത്. ഇതിനുശേഷം ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ തമിഴ്നാട് നിയമസഭയിൽ നാടകീയമായ രംഗങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് തുടക്കം കുറിക്കുന്നത് TVK MLA കൂടിയായ സിന്ധു ആണ്. ഈ വിജയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ MGRന്റെ ഗാനമായ കൊടുത്തതെല്ലാം കൊടുത്താൻ എന്ന ഗാനമാണ് ഈ സിന്ധു ഈ സഭയിൽ ആലപിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ ശബരി എന്ന TVK MLAയും തന്റെ അനുഭവം പങ്കുവച്ചു. തനിക്ക് കോളേജ് സമയത്ത് പ്രണയ നൈരാശ്യം ഉണ്ടായെന്നും ഒരു ജോലിയില്ലാതെ അല്ലെങ്കിൽ കാറില്ലാതെ നടക്കുന്ന സമയത്ത് വിജയ് തനിക്ക് ജോലിയും കാറും എല്ലാം നൽകിയെന്നായിരുന്നു ഈ TVK MLA ആയ ശബരി പ്രതികരിക്കുന്നത്. ഇത് കേട്ട് ചിരിക്കുന്ന വിജയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരത്തിൽ ഈ MLAമാർ വിജയിനെ അകമഴിഞ്ഞ് പുകഴ്ത്തുന്ന ഒരു സാഹചര്യം വന്നതോടെയാണ് ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ MLAയും മന്ത്രിയുമായ ആദവ് അർജുന ഇടപെടുന്നത്. ആദവ് പറയുന്നത്, നമ്മുടെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു മുഖസ്തുതി ഇഷ്ടപ്പെടുന്ന ഒരു ആളല്ല, നമ്മുടെ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിമാരെ പോലെയല്ല വിജയ്. അതുകൊണ്ട് ഇത്തരത്തിൽ സ്വന്തം വകുപ്പുകളിലെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ അതിരുകവിഞ്ഞ് നിങ്ങൾ പുകഴ്ത്തേണ്ടതില്ലെന്ന് ആദവ് അർജുന പ്രതികരിക്കുന്നു. ഈ ഒരു തീരുമാനത്തിന് പിന്നാലെ സ്പീക്കറും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അതിനുവിട്ട് മുഖ്യമന്ത്രി വിജയെ പ്രശംസിക്കരുതെന്ന് സ്പീക്കർ പറയുന്നു. ഇത്തരത്തിൽ പ്രശംസ അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി വിജയ് തന്നെ സ്പീക്കർക്ക് കത്ത് നൽകിയെന്ന് കൂടി സ്പീക്കർ പറയുന്നുണ്ട്. ഇങ്ങനെ ഭാവിയിലും വന്നേക്കാവുന്ന നമുക്കറിയാം തമിഴ്നാട് നിയമസഭയിൽ TVK MLAമാരെല്ലാം തന്നെ വിജയ് ആരാധകരാണ്. ഭാവിയിലെല്ലാം ഇത്തരത്തിൽ ഈ ഒരു വിജയ് ഒരു നല്ലൊരു തീരുമാനമെടുത്താൽ അതിന് പ്രശംസിച്ചുകൊണ്ട് MLAമാർ രംഗത്തെത്തും. ഇങ്ങനെ ഇത്തരത്തിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഈ ഒരു പ്രശംസാ പ്രവാഹത്തിന് താൽക്കാലികമായെങ്കിലും വിജയ് ഒരു തീരുമാനത്തിലൂടെ തടയിട്ടു എന്ന് വേണം നമുക്ക് പറയാം. സ്വാതി.